പല സ്ത്രീകൾക്കും വിവാഹ ജീവിതത്തിലെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെ അവരുടെ അമ്മയിൽ നിന്ന് പിടുത്തം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമ്മ എനിക്ക് റെസ്പെക്ട് തരുന്നില്ല, ഭർത്താവിനെ എന്നിലേക്ക് അടുപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പരാതികളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ആയിരിക്കും പല സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഒരമ്മയ്ക്ക് നാച്ചുറലി തോന്നും ആഫ്റ്റർ മാരേജിന് ശേഷം എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മോൻ ഒരുപാട് മാറിപ്പോയി, എന്നോട് പണ്ടത്തെ പോലെ ഒന്നും സംസാരിക്കുന്നില്ല, അവൾക്കാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിൽ വരും. കാരണം അത്രയും കാലം അവർ പോറ്റി വളർത്തിയ ഒരു മകനാണ്. അപ്പോൾ പുതിയൊരാൾ കടന്നു വരുന്ന സമയത്ത് അവരുടെ പ്രയോറിറ്റി കുറയുന്നുണ്ടോ എന്നുള്ളൊരു സേഫ് ഫീൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഫീൽ ഈ ഒരു അമ്മയ്ക്ക് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് റിയാക്ട് ചെയ്യുന്നത് കയറി വരുന്ന മരുമക്കളോടായിരിക്കും അവർ തീർക്കുന്നുണ്ടാവുക. അവൻ എൻ്റെ മകനാണ്, ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ മരുമക്കളെ വാക്കുകൾ കൊണ്ടും അല്ലാത്ത രീതിയിലൊക്കെ അവരെ ടോർച്ചർ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് വളരെ സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിലാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും സാധാരണ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവാറുള്ളത്. ഈ ഒരു സാഹചര്യത്തെ നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാലൻസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും വൈഫുമാരാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് ആർഗ്യൂ ചെയ്യും, എനിക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല, നിങ്ങൾ എന്താ എനിക്ക് വാല്യൂസ് തരാത്തത്, എപ്പോഴും എന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ നിങ്ങൾ കേൾക്കാത്തത് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം സാധാരണ ഹസ്ബൻഡുമാർ അവർക്കത് ഭയങ്കര പ്രഷറായിട്ട് അവർ ഓവർ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അവരൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുക എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മൾ കണ്ടുവരുന്നുണ്ടാവാം. ഇവിടെ ശരിക്കും ഒരു അമ്മ എന്നുള്ള ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് ആ അമ്മയുടെ ഭാഗം ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം തൻ്റെ മകനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം കാരണമാണ് അമ്മ ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു മരുമക്കൾ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ രീതികളിൽ ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ വൈഫിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് കാണാതെ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, ഹസ്ബൻഡിനോട് ഫൈറ്റ് ചെയ്യാതെ കാമായിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയാം. എനിക്ക് ഇന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് കാമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകും. മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു ബൗണ്ടറീസ് നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു സേഫ് ഫീൽ അവിടെ കിട്ടും എന്നുള്ളതാണ്. ആസ് എ ഹസ്ബൻഡിന് രണ്ടുപേരും ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതെ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാത്ത രീതിയിലേക്ക് അവരെ ബാലൻസ് ചെയ്തിട്ട് ആ ഒരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ വീട്ടിലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്.